എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കടകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഏത്തനും പോത്തനും ഇല്ലേ, നമ്മുടെ പഴംപൊരിയും ബീഫ് കറിയും ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവമാണല്ലോ. നമ്മൾ കടയിൽ നിന്നൊന്നും വലിയ വില കൊടുത്തൊന്നും പോയി മേടിച്ച് കഴിക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സംഭവമാണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പിൽ വെച്ച് അതിനകത്തോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു. അതിനകത്തോട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് സവോള ഇട്ട് കൊടുത്തു. ഞാൻ 1 കിലോ ബീഫാണ് വെക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന പുറത്ത് ഭയങ്കര മഴയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് എടുത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ ബീഫും അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു 8 വിസിൽ, ഈ കുക്കറിനകത്ത് എനിക്കൊരു 8 വിസിൽ അടിക്കണം നമ്മുടെ ബീഫ് ഒന്ന് വേകണമെങ്കിൽ. അപ്പോൾ ഒരു 8 വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ച് എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നന്നായിട്ടിരിക്കും. നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ബീഫ് കറിയും നല്ല പഴംപൊരിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ അരപ്പെല്ലാം ഇട്ടു. അതിനകത്തോട്ടൊരു ശകലം കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഇച്ചിരി ഒരു ഫ്ലേവറൊക്കെ കുറവാണെന്ന് തോന്നിയുകൊണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് ഒരു 8 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ 8 വിസിലടിച്ച് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് പൊട്ടിക്കണമെന്നുള്ളവർക്ക് കടുക് പൊട്ടിച്ചാൽ മതി. ഇല്ല, ഇപ്പം നമുക്ക് ആ കുക്കറിനകത്ത് അങ്ങനെ എടുക്കുന്ന പടിയെ നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. ഞാൻ ഇച്ചിരി ടേസ്റ്റൊക്കെ ആയിക്കോട്ടെ, അല്ല ഇവിടെ കടുക് പൊട്ടിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കടുക് പൊട്ടിക്കുന്നതാണ്. കടുക് പൊട്ടിച്ച് അതിനകത്ത് ഇച്ചിരി കുഞ്ഞുള്ളി ഇട്ട് 2-3 വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വെച്ച് അതിനകത്തോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ടൊരു ശകലം കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് കറി റെഡിയാവുക. ഇതുകൊണ്ട് അപ്പോൾ ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ചാറൊത്തിരി ഒന്നുമില്ല, എന്നാലും നമുക്കൊരു കുറുകിയ ചാറോട് കൂടിയാണ് നമ്മൾ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇനി ആ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ടാകുന്ന ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഗരം മസാല ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നമുക്ക് വാങ്ങി വെക്കാവേ. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ മൈദ ഒരു 4-5 സ്പൂണ് മൈദ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടു. അതിനകത്തോട്ട് ഒരു 2 സ്പൂണ് അരിപ്പൊടി, നമ്മുടെ സാധാരണ വറുത്ത അരിപ്പൊടി ഇല്ല, അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന ആ അരിപ്പൊടി തന്നെ ഒരു 2 സ്പൂൺ അരിപ്പൊടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇച്ചിരി എള്ള്, നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ അതിനകത്ത് ഒരു ശകലം പഞ്ചസാര ചേർക്കും. പിന്നെ ഇച്ചിരി ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവറുമാണ്, ഒരു പ്രത്യേക ടേസ്റ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി വെച്ച് ഞാൻ 10 മിനിറ്റ് ഒന്ന് വെക്കുവാണേ. ഇനി നമുക്ക് പഴം എടുക്കാം. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ നമ്മുടെ വിഷമൊന്നുമില്ല, നമ്മുടെ നാടൻ ഏത്തപ്പഴമാണ്. അപ്പോൾ നമുക്കത് ഒത്തിരി വലിപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് പൊളിച്ച് ഒരു 3 എണ്ണം അല്ലെങ്കിൽ ഒരു 4 എണ്ണം ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കീറിയെടുത്ത് മാറ്റി വെക്കാം. ഞാൻ അങ്ങനെ ഒരു 4 എണ്ണമായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഞാൻ അതിനകത്തേക്ക് ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഓരോ കൂട്ടിനകത്ത് മുക്കി പഴം മുക്കി അതിനകത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ പഴംപൊരിയൊക്കെ നമ്മൾ ആ കൂട്ടിനകത്തിട്ട് മുക്കി എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ എടുത്തു. നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് എടുത്ത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇട്ടത് പെട്ടെന്ന് നമുക്ക് തീ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ അങ്ങോട്ട് ആകം വേഗാതെയും പെട്ടെന്ന് അങ്ങ് ഇതായി പോവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പഴംപൊരി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പഴംപൊരിയും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതേ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ
ചെറിയ നമ്മുടെ നാടൻ ഏത്തക്ക ആയതുകൊണ്ട് ഒത്തിരി വലിപ്പമുള്ള കായൊന്നും അല്ലാത്ത നമുക്കൊരു 4 എണ്ണമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ അടിപൊളി പഴംപൊരിയും നമ്മുടെ ബീഫ് കറിയും റെഡിയായി. നമ്മുടെ സൂപ്പർ പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി നല്ല രുചിയായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ വിഷമൊന്നും ചേർക്കാത്ത പഴമാണല്ലോ. ഇതേ അങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടിയ പഴംപൊരിയും നമ്മുടെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെയുണ്ടടാ പഴംപൊരിയും ബീഫും?